എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സേതു ആകെപ്പാടെ സങ്കടത്തില. ശ്രീഹരി പോയതുകൊണ്ട് സേതുവിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഫുഡും വേണ്ട, ഉറക്കമില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് സേതു. ആ സമയത്ത് പൂർണിമ സേതുള്ള ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് വരുന്നേ. പിന്നീട് പറഞ്ഞു, സേതു നീ ഫുഡ് കഴിക്കാൻ പറയണം. സേതു പറഞ്ഞു, വിശപ്പില്ല പൂർണിമമ്മേ, എനിക്ക് വേണ്ടാന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എത്രമാത്രം വലുതാന്നുള്ള കാര്യം. നീ ഫുഡ് കഴിക്ക. സേതു, നീ ശ്രീഹരിനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ കണ്ടുകൊണ്ടിരുന്നേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ കൂടപ്പിറപ്പ് ഇല്ലാതിരിക്കുന്ന ഓരോ നിമിഷം നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാന്ന് പറയാം. പൂർണ്ണാമേ, സേതുവിന് നേരത്തെ തണലായിട്ട് ഈ പറയുന്ന ശ്രീഹരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ആരുമില്ലായിരുന്നു. ആ സമയത്ത് എന്നോടൊപ്പം കട്ടയ്ക്ക് നിന്ന് ശ്രീഹരിയൊക്കെ അങ്ങനെയുള്ള എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്കൊരു നല്ല കാലം വന്നു കഴിയുമ്പം അല്ലെങ്കിൽ അവനെ ഒരിക്കലും എനിക്ക് തള്ളിക്കളയാനും പറ്റില്ല. അവനെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു പറയാം. പൂർണ്ണ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഒരു പക്ഷേങ്കില് ഞാൻ ആ സമയത്ത് തടഞ്ഞില്ല. സ്വാതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനിതിനെ കുറിച്ച് അന്വേഷിക്കണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. ശ്രീഹരിനെ വിളിക്ക്, ഞാൻ അവനോട് മാപ്പ് പറയാം, അവനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാം. ഇത് കേട്ട സേതു പറഞ്ഞു, വേണ്ട പൂർണ്ണാമേ, ഇനി ശ്രീഹരി ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവും. ഒന്ന് ഓർത്തു വെക്കേ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. നാളെ ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു കേസില് ശ്രീഹരിനെ കൊടുക്കാനായിട്ട് സ്വാതി ഋതുവൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ വന്നാൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കുടുംബത്തിന് താളം തന്നെ തെറ്റും. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് സഹിച്ച് ക്ഷമിക്കും നിൽക്കാൻ പറ്റില്ല. എന്റെ പെങ്ങന്മാരാന്ന് പോലും ഞാൻ ചിലപ്പം നോക്കിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവൻ ഇവിടെ ഇല്ലാത്തതാന്ന് പറയാം. പൂർണ്ണ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും ഓർത്തോണ്ടിരിക്കല്ലേ, ഈ ഫുഡ് കഴിക്കാൻ പറഞ്ഞ് സേതുവിനെ നിർബന്ധിക്കുക. അവസാനം സേതുവിനെ കൊണ്ട് പൂർണ്ണിമ ഫുഡ് കഴിപ്പിച്ചു. അങ്ങനെ പൂർണ്ണിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് സേതുവിന് ഒരു പെറ്റമ്മയുടെ വാത്സല്യം എന്താണെന്ന് അറിയുന്നത്. താനൊന്നും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ തന്റെ സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ പൂർണ്ണിമ അങ്ങനെയല്ല. തന്റെ മക്കളെ പോലെ തന്നെ, അതായത് തന്റെ പെൺമക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത സേതുവിന്റെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. വന്ന സമയത്ത് താൻ എന്തൊക്കെ കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാ, ഒരു കാരണവശാലും പൂർണ്ണിമ ചീത്തയായ സ്ത്രീയല്ല. തന്റെ അച്ഛനെ തട്ടിയെടുത്തല്ല. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു കാരണങ്ങളുണ്ട്. ഒരു പക്ഷെ തന്റെ സ്വന്തം അമ്മേനെ കണ്ടെത്തുവാണെങ്കിൽ അതിന്റെ രഹസ്യം അറിയാനായിട്ട് കഴിഞ്ഞേക്കും എന്നൊരു ചിന്തയൊക്കെ സേതുവിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. പിന്നീട് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ചായിരുന്നു. ഇന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്യണം, വക്കീലിനെ വിളിച്ചു വരുത്തുകയാണ്. വക്കീലിനെ വിളിച്ചു വരുത്തിയിട്ട് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ, അതെ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം പറയാം. എന്ത്? അല്ല, ഡിവോഴ്സ് എന്ന് പറയാണ്. ഡിവോഴ്സോ എന്ന്? അല്ല, പല്ലിവയായിട്ടുള്ള ഡിവോഴ്സ്, അത് വേണ്ടെന്ന് കരുതിയ ഞാൻ ഇരുന്നേന്ന് പറയണം. ഇപ്പൊ എന്താ പെട്ടെന്ന് ഒരു മനമാറ്റം? അല്ല, പല്ലവീന് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല. പല്ലവീന് എനിക്ക് ജീവനാണ് താനും. പക്ഷേങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണം വക്കീലെന്ന് പറയണം. നീ എന്തൊക്കെയാ ഇന്ദ്ര പറഞ്ഞേ? അപ്പൊ നീ തന്നെയല്ല പറഞ്ഞ ഡിവോഴ്സ് വേണ്ടെന്നൊക്കെ പറഞ്ഞേ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പല്ലവീനെ തറക്കാനായിട്ട് ഏറ്റവും പറ്റിയ നല്ലൊരു മാർഗം ഡിവോഴ്സ് തന്നെയാന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും അങ്ങോട്ട് വന്ന് രാജലക്ഷ്മി, എടാ ഇന്ദ്ര, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അമ്മേ, ചില കളികളൊക്കെ നമ്മൾ കളിച്ചേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. എന്ത് തീരുമാനം? അതൊക്കെയുണ്ട്, അമ്മ കണ്ടോളം പറയാണ്. പിന്നെ വക്കീലിനോട് പറഞ്ഞു, അതെ, എത്ര ക്യാഷ് വെള്ളം ഞാൻ മുടക്കാം, പക്ഷെ എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ ഇന്ദ്ര, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്? അതൊക്കെ ഉണ്ട് വക്കീലെ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, കുറെ നോട്ടുകെട്ടുകൾ അങ്ങെടുത്ത് കാണിക്കുവാണ്. ഇത് മതിയോ? വക്കീലിന് എത്ര രൂപ വേണേലും തരാൻ ഞാൻ ഒരുക്കുവാണ്. അറിയാലോ, ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാണ്. വക്കീലിന് ഇതിപ്പരോ സന്തോഷം വേറെ ഇല്ലതാനും. പിന്നീട് ഇന്ദ്രൻ നേരെ അകത്തേക്ക് പോവാ. ഇന്ദ്രൻ അകത്തേക്ക് പോയിട്ട് നിഖിലിനെ വിളിക്കുവാണ്. നിഖിലിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കിയാ? എന്ത് ചെയ്യാനാ ഇന്ദ്രേട്ടാ, ഇങ്ങനെ തട്ടിയും മുട്ടിയും അങ്ങോട്ട് പോകുന്നു പറയാണ്. അല്ല, നിന്റെ കല്യാണക്കാരിയൊക്കെ അവിടം വരെ? കല്യാണക്കാരിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഒന്നും ആയിട്ടില്ല. അധികം വൈകാതെ തന്നെ അതുണ്ടാവും പറയണ. അതെ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം, നീ അതുപോലെ അങ്ങ് ചെയ്യാൻ പറയണം. എന്താ? അല്ല, നീ ഇതുവരെയായിട്ട് നിന്റെ ഭാവി വധുവിനെ പരിചയപ്പെട്ടോന്ന് ചോദിക്കാം. ഇല്ല, പരിചയപ്പെടാനും സമയം കിട്ടിയില്ല. എന്താടാ? ഓ, നിനക്ക് നിന്റെ കാമുകിയുടെ പുറകെ നിന്ന് മാറാൻ സമയമില്ലോ അല്ലെ? ആ കാര്യം ഞാനും കൂടെ മറന്നു എന്ന് പറയാം.
ഇതെന്തിനാട്ടാ അവളെയൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്യുന്ന പറയണം. ഇനിയിപ്പൊ കുറച്ചു കാലത്തേക്ക് അവളുമായിട്ടൊരു ബന്ധവും ഞാനില്ലെന്ന് പറയാം. പിന്നെ ഇപ്പൊ എനിക്ക് പുതിയ എന്താണ് റിലേഷൻ ആയല്ലോ, അതുകൊണ്ട് ഞാൻ ആ വഴിക്കൊന്ന് നീങ്ങുവാന്ന് പറയണം. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് നിന്റെ ഭാവി വധുവിനെ ഒന്ന് പരിചയപ്പെടണമെന്നോ നീ അവളെ വിളിക്കടാ. വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറ. എന്നിട്ട് നിങ്ങൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്യുക. നീ അവളെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാൻ പറയണം. ഇത് കേട്ടൊരു നിഖിൽ പറഞ്ഞു, ആഹാ ഇന്ദ്രേട്ടൻ കൊള്ളാലോ എന്ന് പറയണ. പിന്നല്ലാതെ എടാ ഇതൊക്കെ എന്നാ ഇപ്പോഴെല്ലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നീ അങ്ങ് എൻജോയ് ചെയ്യടാ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്താൽ മതി എന്ന് പറയണം. ആദ്യം നീ അവളെ വിളിക്കാൻ പറയാണ്. ഈ സമയം പല്ലവി നേരെ കോളേജിലേക്ക് പോവാണ്. അപ്പൊ കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് അവിടെ വെച്ച് ശോഭനെ കാണുന്നേ. ശോഭനെ കണ്ടതും പല്ലവി ഓടി ശോഭയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ശോഭയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. റോഡാന്ന് പോലും നോക്കാതെ പല്ലവി അമ്മനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് കരയുക. ശോഭ എന്തിനാ മോളെ, എന്തിനാ വിഷമിക്കണേ, എന്തിനാ നിൽക്കും? ഒന്നുമില്ലമ്മേന്ന് പറയാണ്. എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. അതെ, കുറച്ച് നാളും കൂടി ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ. അറിയാലോ ആ ഇന്ദ്രന് ഒരു പക്ഷെ മോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ ഇന്ദ്രൻ. അവൻ വന്നിട്ട് എന്തേലും കാണിച്ചു കൂട്ടും. അതുകൊണ്ട് എന്റെ മോളുടെ ജീവൻ ആപത്താ. മോളുടെ ജീവന് മാത്രമല്ല പാറുന്റെ അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞു, എനിക്കറിയാമേ, അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിയാം. പക്ഷെ എനിക്ക് ആ വീട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മേനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അമ്മ ഉണ്ടാക്കുന്ന ചോറും കറികളൊക്കെ എനിക്കറിയാം മോളെ. അതെ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്ന അമ്മേനെ ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അല്ല പാറ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പാറ ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്. അച്ഛന്റെ എന്റെയൊക്കെ ആഗ്രഹം അവള് നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവൾക്കാണെങ്കിൽ സ്വന്തം കാലം എന്നിട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ അവള് പറയണേ. അവൾ ഇനി ജോലി ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറയണു. ഇത് കേട്ട് കഴിഞ്ഞാൽ പല പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലെന്ന് ചോദിക്കുക. ഒരു പക്ഷേങ്കില് അവൾക്ക് അതായിരിക്കും ആഗ്രഹം. വീട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ലോ, വെറുതെ എന്തിനാ, അതുകൊണ്ട് അത് നല്ല കാര്യമില്ലെന്ന് ചോദിക്കുക. എന്നാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം കൂടെ നടത്തി എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം. പലേ പെട്ടെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഇത് എന്താന്ന് ചോദിക്കും. എന്താ മോളെ? പാവം പാറു കുറച്ചാളും കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ അമ്മേ. ഒരു പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടുന്നെങ്കിൽ അവൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? എന്നെപ്പോലെ സ്വഭാവം അല്ല അവൾക്ക്, അറിയാലോ. അതൊക്കെ എനിക്കറിയാം മോളെ. ഞാൻ ആ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവള് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അവളുടെ സ്വഭാവം അറിയാലോ. ഞാനും അല്ലെങ്കിൽ നിന്റെ അച്ഛനൊന്നും ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെയും കല്യാണം കഴിക്കാനായിട്ട് അവൾ ഒരിക്കലും തയ്യാറാവത്തില്ല. അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാം. പല്ലവി പറഞ്ഞു, അതാമ്മേ ശരി. ഇന്നത്തെ കാലത്ത് പഠിച്ചൊരു ജോലി വാങ്ങിക്കട്ടെ. സ്വന്തം കാലം നിന്നതിന് ശേഷം മാത്രം മതി. അല്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള. ഇത് കേട്ടഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു, അത് ശരിയാ മോളെ. ഒരു പക്ഷെ നിനക്കൊരു ജോലി ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പൊ നിനക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുന്നേ. കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ആ ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് ഒക്കെ നടക്കണം. ഡിവോഴ്സ് നടന്നതിന് ശേഷം നിന്റെ കല്യാണം നടത്തണം എന്ന് പറയണം. എന്റെ കല്യാണോ? അതെ അമ്മേ, ഞാൻ പറഞ്ഞു എനിക്കിനി ജീവിതത്തിന് ഇനി ഒരു പുരുഷൻ വരാനില്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇനി തനി ജീവിക്കുന്നേ. ആ ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ നിന്നെ വേറെ വിവാഹം കഴിപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും നിനക്ക് ചേർന്ന് ഏതൊരു നല്ലൊരു ബന്ധം കിട്ടും. ഞാൻ ജോലിസിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല കാലമെന്നാ ജോലിസിന് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ഉടനെ ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ്. എന്നാ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി കോളേജിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നിഖിൽ എന്ത് ചെയ്യുവാണ്? അച്ഛനെ ഫോൺ ചെയ്യുവാണ്. അച്ഛനെ ഫോൺ ചെയ്തപ്പോൾ നിഖിലിന്റെ കോൾ കണ്ടപ്പോഴത്തേന് അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നലെ വിളിച്ചിട്ട് വളരെ മോശമായിട്ടാ നിഖിൽ പെരുമാറിയത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കോൾ എടുക്കാതിരിക്കുന്ന എങ്ങനെയാ? ആ സമയത്ത് പൂർണിമയും സേതു അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അവസാനം കോൾ എടുക്കുവാണ്. കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിക്കുക എന്താ കോൾ എടുക്കാത്തതെന്ന്. അങ്ങനെ കോൾ എടുത്തു. അപ്പൊ നിഖിൽ പറഞ്ഞു, അല്ല എന്നോടുള്ള ദേഷ്യം ഇതായിട്ട് മാറിയില്ലേന്ന് നിൽക്കും. എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണം. അല്ല അത് പിന്നെ അപ്പഴത്തെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിനും ടെൻഷനും ഞാൻ വേറെന്തോ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വരാം. അത് ക്ഷമിക്കും കേട്ടോ, മനസ്സിലൊന്നും വിചാരിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്റേതായ ചില താല്പര്യങ്ങളും കാര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് ആരും കയർത്താൻ ഞാൻ അനുവദിക്കില്ല. കാരണം എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമില്ലേ. എനിക്ക് ആരെയും വിളിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ. ഇത് കേട്ടതും പെട്ടെന്ന് നിഖിൽ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി. നിഖിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. അല്ല കല്യാണം ഉറപ്പിച്ചിട്ട് നമ്മൾ തമ്മിൽ ഇതുവരായിട്ടൊന്നും മീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. അല്ല അതിനിപ്പം അതെനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. എന്റെ അടുത്തേക്ക് വരുമോന്ന് ചോദിക്കുക. ഇത് കേട്ടോ അച്ഛൻ, അതൊന്നും ശരിയാകത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറയണം. അതെന്താ?
കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ, ഞാൻ പറയുന്നിടത്തേക്ക് നീ വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും കാണത്തില്ലേ, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. എല്ലാരും ഉള്ളത് കഴിഞ്ഞപ്പം നമുക്കൊരു പ്രൈവസി കിട്ടത്തില്ല. അതുകൊണ്ടാ ഞാൻ വിളിക്കുന്നത്. നീ വരത്തില്ലേന്ന് ചോദിക്കുക. അച്ഛനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ. അതെന്താ? ഓഹോ, അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലേ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കണം. അച്ഛൻ പറഞ്ഞു, വിശ്വാസമൊക്കെ ഉണ്ട്, പിന്നെന്താ കുഴപ്പം, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാലോ, പിന്നെ ഒരു കുഴപ്പമില്ലോ എന്ന് പറയണം. ശരി, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ആ സമയം സേതു പൂർണിമയുടെ അച്ഛനും നോക്കി. എന്താ അച്ചു, ആരാ വിളിച്ചെന്ന് ചോദിക്കുക. നിഖില വിളിച്ചേ, എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്, ഒന്ന് ചെല്ലാവെന്ന് ചോദിച്ചു. ഇത് കേട്ടത് പൂർണ്ണിമ പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സേതു പറഞ്ഞു, അതിന് മാത്രം ഇപ്പൊ എന്താ സംസാരിക്കാനുള്ളേ, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവൻ വിളിക്കുന്നിടത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അത് കേട്ട പൂർണ്ണിമ പറഞ്ഞു, പക്ഷേ ചിലപ്പോൾ നിഖിൽ ഇങ്ങോട്ട് വരാൻ ഒരു മടി കാണുമായിരിക്കും, അതായിരിക്കും പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കാന്ന് പറയുന്നേ. പൂർണ്ണിമ പറഞ്ഞൊരു കാര്യം ചെയ്യുക, മോൾ എന്നാ പോയിട്ട് വരാൻ പറയണേ. പെട്ടെന്ന് അച്ഛൻ, അമ്മ എനിക്ക് എന്തോ ഒരു മടി പോലെയാന്ന് പറയണേ, എനിക്കെന്തോ അയാളോട് സംസാരിക്കാനൊന്നും തോന്നില്ലെന്ന് പറയാം. എന്താ മോളെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിൽക്കും? എനിക്കെന്തോ അറിയത്തില്ല അമ്മേ, എനിക്കെന്തോ ഒരു വിഷമമുണ്ടെന്ന് പറയണം. പെട്ടെന്ന് സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതെ അച്ചു തന്നെ പോണ്ട, ഞാനും കൂടെ വരാന്ന് പറയണ. പൂർണ്ണം പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യ, നീ വലിയേട്ടന്റെ കൂടെ പോയാൽ മതി, അതാകും പിന്നെ കുഴപ്പമില്ലോ. അച്ചുവിന് ശരിയാ, വലിയേട്ടൻ്റെ കൂടെ പോവാണെങ്കിൽ എനിക്ക് ഇനി പിന്നെ ഒരു പേടിയില്ലാന്ന് പറയണം. അങ്ങനെ അച്ഛനെ കൊണ്ട് പോകുന്ന സേതുവാണ്. നിഖിലിന്റെ എല്ലാ പ്രതീക്ഷകളും തരാൻ പോണ. കാരണം നിഖിലിന്റെ മനസ്സിലെ ആഗ്രഹം അച്ചു വന്നു കഴിയുമ്പോൾ അവളെ സ്വന്തമാക്കണം. കല്യാണത്തിന് മുമ്പ് തന്നെ അച്ചുവിനെ സ്വന്തമാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് ഇന്ദ്രന്റെ പ്ലാനാ, സ്വന്തമാക്കിയിട്ട് ഉപേക്ഷിച്ച് കളയാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ആ പ്ലാനൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് സേതുവാണ് കൂടെ ചെല്ലുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.